ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ റിച്ചും കൂടെ അമ്പലത്തോട്ട് വന്നിട്ട് ഇത് തുലാം മാസം 1-ാം തീയതി എടുത്ത വീഡിയോ ആണ്. എനിക്ക് വയ്യാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനൊക്കെ വൈകിപ്പോയി. അപ്പോൾ നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തോട്ട് വരേണ്ടി വരും. കാരണം അയ്യപ്പന്മാരുടെ മാസമാണല്ലോ, അമ്പലത്തിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തവണ റിച്ചും മഹേഷേട്ടനൊക്കെ മാല ഇടുന്നുണ്ട്. റിച്ചു കഴിഞ്ഞ തവണ മാല ഇട്ടിട്ടുണ്ടായിരുന്നു, കന്യാസ്വാമി ആയിരുന്നു. അപ്പോൾ ഇത്തവണയും കൂടെ ആ മാല ഇടുന്നുണ്ട് കേട്ടോ. ഇനി മൊത്തത്തിലൊരു ഭക്തിമയമായിരിക്കും ഗൈസ്. അപ്പോൾ അമ്പലത്തിലോട്ട് പോയി പിന്നെ പിള്ളേരുടെ രണ്ടാളുടെയും പേരിൽ ഓരോ പുഷ്പാഞ്ജലി കഴിച്ചു. ഞങ്ങൾ പോകുന്ന സമയത്ത് അങ്ങനെ അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം പൂജ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ വേറെ എന്തൊക്കെയോ വിശേഷാൽ പൂജകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴുത് കഴിഞ്ഞാൽ കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ വരാറുള്ളത്. റിച്ചുവിനാണെങ്കിൽ മണ്ഡല മാസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഭക്തിയാണ് ഗൈസ്. അല്ലെങ്കിൽ ഭക്തിയുണ്ട്, പക്ഷേ മണ്ഡല മാസമായി കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. ഞങ്ങളങ്ങനെ അവിടെ ഇരുന്നിരുന്നിരുന്നിരുന്ന് രാത്രിയായി ഗൈസ്, ഒരു 6:45 ആയി. പക്ഷെ അവിടെ കാണാൻ നല്ല രസമായിരുന്നു. ആകാശമൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ കുറേ നേരം ഇരുന്ന് മതിയായപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഇത് ശിവൻ്റെ അവിടുത്തെ കുറേ നാമങ്ങളൊക്കെ ജപിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പയ്യെ വീട്ടിലോട്ട് വന്നു കേട്ടോ. റിച്ചിൻ്റെ നീട്ടി വരച്ചുള്ള കുറിയുണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ്. എനിക്ക് പുഷ്പാഞ്ജലി ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല, കാരണം ഞാനും റിച്ചും ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് നല്ല ഇരുട്ടുമായി ഒറ്റയ്ക്കാണ് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.